പലഹാര നിർമ്മാണത്തിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയായ ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു ചെറിയ സംരംഭം ഇന്ന് ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ പരിചയപ്പെടാം. എല്ലാവർക്കും ചെറുപുഴ വാർത്തയിലെ ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ഇപ്പം ഇങ്ങനെ ഈ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉള്ള ഒരു സംരംഭം തുടങ്ങാനുള്ള നിങ്ങളുടെ ഒരു ആശയം എന്തായിരുന്നു? ഇത് നമ്മുടെ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ചെറുപുഴ കുടുംബശ്രീ CDSന്റെ കീഴിൽ കീർത്തി അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്നാണ് രൂപീകരിച്ചത്. അപ്പൊ ഇതിന് നമ്മളിപ്പം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുമ്പോൾ കൂടുതൽ വരുമാനം നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. അങ്ങനെയാണ് ഈ കീർത്തി അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പാറോത്തുനീരിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ 20 അംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം കുറച്ചു പേരൊക്കെ മാറി ഇപ്പം 11 പേര് ഇപ്പൊ നിലവിലുണ്ട്. അങ്ങനെ ഇതൊരു നല്ല കൺസൽ നമ്മുടെ സാധാരണഗതിയിൽ ഇപ്പൊ കപ്പയായി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിലയിനേക്കാളും കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കപ്പ ചിപ്സ് അതുപോലെ വേറെ ഉണക്കിയിട്ട് കൊടുക്കുമ്പോൾ പുഴുങ്ങി അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ വരുമാനം ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ കീഴിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചത്. കുറെ ജയിൽജികൾ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത്. എല്ലാരും ഒരു കുടുംബശ്രീ അല്ല, എല്ലാരും ഒരു കുടുംബശ്രീ അല്ല, പല ജയിൽജികളിലുള്ള അംഗങ്ങളാണ്. അപ്പം ഇവിടെ ഉണ്ടാക്കുന്നത് കപ്പയും ചക്കയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചിപ്സുകളാണ്. ഈ ചക്കയും കപ്പയൊക്കെ ഇവിടെ ഉണ്ടാക്കും. ചക്ക നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ നമ്മൾ കപ്പയായാലും ഇവര് എല്ലാരും കൂടി ജയിൽജികൾക്ക് കപ്പ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആ ഉൽപ്പന്നങ്ങളാണ് ഇവര് വിപണിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഈ 20 അംഗങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അല്ലെ? ഈ പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ നമ്മള് പ്രൊഡക്റ്റ് ഇവിടെ തന്നെ നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. ആ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പം കടകളിലൊക്കെ നോക്കി നമുക്ക് ഇത് കുറച്ചും കൂടി വിപുലീകരിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇവരുടെ വരുമാനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റൂ. ഈ ചക്കയും കപ്പയും എന്നൊക്കെ പറഞ്ഞ ഒരു സീസൺ അനുസരിച്ച് മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പം ഇതല്ലാതെ വേറെ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട്? ഇപ്പൊ കായ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇത് ഉണക്കി സൂക്ഷിച്ച് ഇപ്പൊ ചക്ക ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാല് നമുക്ക് അതിനുള്ള ഉപകരണങ്ങളെല്ലാം നമുക്ക് കിട്ടണത്രേ. അപ്പൊ നമുക്ക് ജില്ലാ മിഷന്റെ ഫണ്ട് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ് നമുക്ക് അനുവദിച്ചിരുന്നത്. 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഫണ്ടായിട്ട് നമുക്കത് കിട്ടി. അതിന് നമുക്ക് 1.5 ലക്ഷം രൂപ നമുക്ക് ഇതിന് ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ലഭിക്കും. അതിൽ കിട്ടണത്രേ. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും. ഇപ്പോ എത്ര വർഷമായിട്ട് ഇപ്പൊ ഇത് തുടങ്ങി? ഇതിപ്പോ തുടങ്ങിയിട്ട് 2 വർഷം 1.5 വർഷമായി. കൂടുതലായി ഇപ്പം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഈ മെയ് മാസത്തിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് കുറച്ചും കൂടി കൂടുതലായിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഉണ്ടാക്കി. കഴിഞ്ഞ വർഷം നമ്മൾ ചെറുപുഴയിൽ ചക്ക ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട്. നല്ലൊരു ലാഭം തന്നെ ഇവർക്ക് കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട്. പൊതുവെ ഇപ്പൊ കാണുന്നത് കുടുംബശ്രീയുടെ ഇത്തരം യൂണിറ്റുകൾ കുറച്ചു കാലം കഴിഞ്ഞ് നിന്നു പോകാറാണ്. അപ്പോൾ ഇതുപോലൊരു സംരംഭം ഇത്രയും കാലം കൊണ്ടുപോകാൻ, അത് വിജയകരമായി കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ കുടുംബശ്രീ ഷോപ്പി അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ സാധനങ്ങൾ കൊണ്ട് വിൽക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ നാട്ടുചന്ത നടത്തുന്നുണ്ട്. അത് മാസത്തിൽ 4 പ്രാവശ്യം നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയെല്ലാം നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറ്റും. കൂടാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, എന്നാൽ മാത്രമേ ഇത് പറ്റൂല. അപ്പൊ കുറച്ച് വെല്ലുവിളി. കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കൊണ്ടുപോകാൻ ഇപ്പം നമ്മൾ അതിനുവേണ്ടി 3-4 ആൾക്കാരെ അങ്ങനെ അതിനുവേണ്ടി നിർത്തണം എന്നൊക്കെയാണ് നമ്മുടെ ഭാവിയിലെ പ്ലാനുകൾ. സെക്രട്ടറിയാണ് ഇവര്. ഞാൻ അതിന്റെ അഗ്രി ഇപ്പൊ 20 ആളും ഇവിടെ ഇല്ല അല്ലേ? എന്നാലും അംഗങ്ങളൊന്നും ഞാൻ നമ്മുടെ ചെറുപുഴ CDSല് അഗ്രി CRP ആണ് ഞാൻ. പിന്നെ ഇതില് അംഗം കൂടിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് എല്ലാ ദിവസവും ഇവരുടെ കൂടെ വന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഇവരുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ സെക്രട്ടറിയാണ് ഷീജ. ചേച്ചി പ്രസിഡന്റ്. പേര്? സിന്ധു. ഖജാൻസി സതി.
ശാന്ത, നിർമ്മല, രേഖ, ചന്ദ്രമതി, രോഹിണി. അപ്പം എല്ലാരും ഇവിടെ വന്നിട്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും പുറത്തേക്ക് വിപണിയിലേക്ക് എത്തിക്കാനും എല്ലാം കൃഷിഭൂമിയെല്ലാം ഏറ്റെടുത്ത് പിന്നെ തൊഴിലുറപ്പിൽ അതിന്റെ പണി എടുത്തിട്ട് കപ്പയെല്ലാം കൃഷി ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ചിപ്സ് ഉണ്ടാക്കിയിട്ടെല്ലാം വിപണിയിൽ എത്തിക്കാനുള്ള ഒരു അതാണ് നമ്മൾ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ ഇപ്പം ചെയ്ത് വരുന്നത്. ഇപ്പൊ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ശരിക്കും ഇവിടെ ഉണ്ടാകുന്നത്? നമ്മള് വാഴ കായ് ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ചക്ക കപ്പ ചിപ്സ്, പിന്നെ ചീനിക്കിഴങ്ങ് ചിപ്സ്, അതുപോലെ കാരയപ്പം. അത് നമുക്ക് ഓർഡർ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിനുള്ള ഓർഡർ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നില്ല. കാരണം പരമാവധി അതിനകത്ത് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു പ്രാവശ്യം പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങിയിട്ടാണ്. അത് തന്നെയാണല്ലേ ഇതിന്റെ ഗുണം, രുചി. അതെ. നാളെ നമുക്കൊരു ചക്ക ഫെസ്റ്റിനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചക്കക്കുരു ലഡു, പിന്നെ ചക്ക മിക്സറ്, നുറുക്ക് എല്ലാം ചക്കയും കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന്. നമ്മൾ നാളെ രാവിലെ ചക്കപ്പായസം, ചക്കവട അതെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് നമ്മളിവിടെ റെഡി ആയിട്ടുള്ളത്. ഇപ്പൊ കപ്പ അരിഞ്ഞാൻ വേണ്ടിട്ട് ഒരു മെഷീൻ ഇവിടെ ഉണ്ടല്ലേ? ഇപ്പം പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന്. കായ് കട്ട് ചെയ്യുന്ന മെഷീനും കൂടി ഉണ്ടെങ്കിൽ. ഏതിലാണ് ഇപ്പം അധികം ബുദ്ധിമുട്ട് ചക്ക അരിയുന്ന മെഷീൻ എന്തായാലും അത് ഇല്ലല്ലോ, അതിനാണ് ബുദ്ധിമുട്ട് കൂടുതല്. പിന്നെ അതിന്റെ മെഷീൻ എന്തായാലും കിട്ടൂല. പിന്നെ കായ് ഉണ്ടാക്കുന്ന, പിന്നെ അതുപോലെ ഡ്രയർ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക ഇപ്പൊ ഈ സമയത്ത് ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് അതില്ലാത്ത സമയത്ത് നല്ല വിലക്കത് വിൽക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് കൂടുതലും സഹായിച്ചത് കുടുംബശ്രീ തന്നെ ആയിരിക്കുമല്ലോ. എങ്ങനെയാ അതിന്റെ സപ്പോർട്ടിന്? കുടുംബശ്രീ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ കുടുംബശ്രീക്കാരാണ് നമ്മുടെ ഈ വിപണനത്തിന് നമ്മൾക്ക് വാങ്ങുന്നതും എല്ലാം കൂടുതൽ കുടുംബശ്രീക്കാർക്കാണ് വാങ്ങുന്നതും. അതുപോലെ ആ കുടുംബശ്രീ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് നിന്ന് പോവുള്ളൂ. രാജ്യത്തേക്ക് നമുക്ക് ഇത് കയറ്റി അയക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗമാണ്. നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. ഇപ്പോ ഇതുപോലൊരു സംരംഭം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങോ ക്ലാസ്സോ ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് ഇതിന്റെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. നമുക്ക് ഇതിന്റെ ട്രെയിനിങ് നമുക്ക് വേണമെന്നില്ല ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തളിപ്പറമ്പിൽ ഒരു ട്രെയിനിങ് ഇതിന്റെ ഇങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ട്രെയിനിങ് കൊണ്ടുവന്ന് നമ്മൾ 2-3 അംഗങ്ങൾ അവിടെ പങ്കെടുത്തു. 2 ദിവസം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ചക്കയും കൊണ്ടുള്ള ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളല്ല, നമുക്ക് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങാനില്ല. അതിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള നല്ലൊരു ക്ലാസ് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ടായിന്. പക്ഷെ നമുക്ക് ആവശ്യം ഉണ്ടായ ഒരു ഇത് ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല. അത്ര ഒരു ക്ലാസിന്റെ അത്യാവശ്യം ആവശ്യമുണ്ട്. ഇപ്പൊ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ടല്ലേ? അതെങ്ങനെയാ? നമുക്ക് ഇപ്പം കല്യാണ വീട്ടില് നമുക്ക് വെള്ളയപ്പോ അങ്ങനെ, അതുപോലെ വട്ടയപ്പോ, അങ്ങനെ കുറച്ച് ഇങ്ങനെ താമസം അങ്ങനെയുള്ള അടുത്തെല്ലാം എന്തെങ്കിലും സാധനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നമ്മൾ ഓർഡർ നമ്മൾ സ്വീകരിക്കും. അതിനൊരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല, എന്നാലും നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായി. ഇപ്പോ പറഞ്ഞല്ലോ കപ്പയൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അങ്ങനെ കൃഷിഭവനിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡി അല്ലെങ്കിൽ അതിന്റെ നല്ല സഹായങ്ങൾ ലഭിക്കാം? തീർച്ചയായും കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല പിന്നെ സബ്സിഡിയോടുകൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം തരിശുഭൂമി കൃഷി ചെയ്തതിന് കൃഷിഭവനിന് നമുക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. ആ യന്ത്രമില്ലേ കപ്പ അരിയുന്ന ആ യന്ത്രം എങ്ങനെയാണ്? അത് കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയതാണോ അതോ? അല്ല, അത് നമുക്ക് കുടുംബശ്രീ എന്നല്ല, കൃഷിഭവന്റെ ആത്മാ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഈ സൈക്കിൾ ലഭിച്ചത് നിങ്ങൾക്ക്? അത് ഈ കുടുംബശ്രീ യൂണിറ്റിനാണ് കിട്ടിയത്? നമ്മുടെ ഈ കീർത്തി പ്രൊഡ്യൂസർ ഗ്രൂപ്പിലത്തെ ദീപ സന്തോഷിനാണ് നമ്മളെ ഈ സൈക്കിള് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ട് അത് ഏറ്റുവാങ്ങി.
അത്തരം പദ്ധതികൾ കൂടുതൽ സഹായകമാവും? അത് കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ ഇതിലാണ് നമുക്ക് ആ ഒരു പദ്ധതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബശ്രീയുടെ എല്ലാ സഹായങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കൃഷിഭവന്റെ എല്ലാ സഹായങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ ആനുകൂല്യത്തിനും കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാമെന്ന് കൃഷി ഓഫീസർമാരും എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ നല്ല സഹായമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതുപോലൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മറ്റാൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർക്ക് നൽകാനുള്ള ഒരു അല്ല, എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചാൽ എന്തായാലും വിജയം കണ്ടെത്താൻ പറ്റും. എന്നുവെച്ചാൽ ഇത്രയും ആൾക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ആൾക്കാർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിലെന്തോ വരുമാനമുണ്ട്. പക്ഷെ നമുക്ക് ആദ്യമൊന്നും ഒരു വരുമാനം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വരുമാനം കണ്ടെത്തണമെങ്കിൽ നമ്മൾ നന്നായി പ്രവർത്തിച്ച് അതിന്റെ വിപണനവും നമ്മൾ കണ്ടെത്തി, അങ്ങനെയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ ഒരു ഒത്തൊരുമ തന്നെയാണല്ലോ ഇതിന്റെ അപ്പൊ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇപ്പം എല്ലാ കാര്യങ്ങളും രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രവർത്തിക്കും. ചിലപ്പോൾ രാത്രിയിലും ഇപ്പൊ ഓർഡർ പ്രകാരം രാത്രിയിലും ഇവിടെ നമ്മൾ നിന്നിട്ട് തന്നെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവര്. സാമൂഹിക ഉദ്ദേശത്തോടെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായുള്ള സ്ത്രീകളുടെ ഈ യാത്ര എന്നും എല്ലാവർക്കും പ്രചോദനമാണ്. ഇത്തരം സംരംഭങ്ങൾക്ക് നമുക്കും കൈത്താങ്ങാവാം. ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.